ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിലപ്പോൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഇടയ്ക്കൊക്കെ, ചിലപ്പോഴൊക്കെ, സംടൈംസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ സംടൈംസിനെ കുറിച്ച് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പല എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേസ് ടു സേ സംടൈംസ്. ഓക്കെ, നമുക്കപ്പോൾ പഠിക്കാനായിട്ട് ഒരുങ്ങാം. വേസ് ടു സേ സംടൈംസ്. ഏറ്റവും ആദ്യത്തെ എക്സ്പ്രഷൻ ആണ് ഓഫ് ആൻഡ് ഓൺ. പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. സ്വിച്ച് ഓൺ ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. ഓഫ് ആൻഡ് ഓൺ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഓഫ് ആൻഡ് ഓൺ സംടൈംസ് എന്നുള്ള അർത്ഥത്തിൽ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. They have had an off and on relationship for many years. They have had an off and on relationship for many years. അതായത് ഒത്തിരി വർഷങ്ങളായിട്ട് അവർക്ക് ഉള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഓഫ് ആൻഡ് ഓൺ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി കണ്ട് ഡെയിലി ഒരുമിച്ചായിരുന്നു കൊണ്ട് ജീവിക്കേണ്ടതാണ് അല്ലെ. പക്ഷെ ഇത് ഓഫ് ആൻഡ് ഓൺ ആണ്. അതായത് സംടൈംസ് മാത്രം വന്ന് കാണുക, ഒരുമിച്ചായിരിക്കുക, ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. They have had an off and on relationship for many years. I am still working as an off and on waiter. I am still working as an off and on waiter. അതായത് ഒരു വെയിറ്റർ എന്നുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് എല്ലായ്പ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഒരു വെയിറ്റർ ആയിട്ട് ജോലിക്ക് പോകും എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. My allergies have been bothering me off and on all the week. My allergies have been bothering me off and on all the week. അതായത് എല്ലാ ആഴ്ചകളിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ അലർജി വന്ന് എന്നെ ഓർമ്മിപ്പിക്കും എനിക്ക് അലർജി ഉള്ള കാര്യം. അതാണ് ഈ അലർജി ഇടയ്ക്കിടയ്ക്ക് സംടൈംസ് വരും എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് നൗ ആൻഡ് ദെൻ. നൗ ആൻഡ് ദെൻ. അപ്പൊ സംടൈംസ് എന്ന രീതിയിൽ നൗ ആൻഡ് ദെൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. നൗ ആൻഡ് ദെൻ ഐ ലൈക്ക് ടു ടേക്ക് എ വാക്ക് ഇൻ ദ പാർക്ക്. നൗ ആൻഡ് ദെൻ ഐ ലൈക്ക് ടു ടേക്ക് എ വാക്ക് ഇൻ ദ പാർക്ക്. സംടൈംസ് അല്ലെ, ഇടയ്ക്ക് എനിക്ക് പാർക്കിലൊക്കെ ഒന്ന് നടക്കാനായിട്ട് തോന്നും. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പാർക്കിൽ നടക്കുന്നത് ഇഷ്ടമാണ് എന്നാണ് അർത്ഥം. We go out for dinner now and then. We go out for dinner now and then. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തു പോകാറുണ്ട്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഫ്രം ടൈം ടു ടൈം. ഫ്രം ടൈം ടു ടൈം. അപ്പോൾ സംടൈംസിന് പകരമായിട്ട് നമുക്ക് ഫ്രം ടൈം ടു ടൈം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. He still calls me from time to time to see how I am doing. He still calls me from time to time to see how I am doing. അതായത് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി അവൻ ഇങ്ങനെ സംടൈംസ് ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അതാണ് ഫ്രം ടൈം ടു ടൈം എന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്രം ടൈം ടു ടൈം ഐ റിഫ്രഷ് മൈ മെമ്മറി. ഫ്രം ടൈം ടു ടൈം ഐ റിഫ്രഷ് മൈ മെമ്മറി. ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ മെമ്മറിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാറുണ്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കും അല്ലെ. അങ്ങനെ റിഫ്രഷ് ചെയ്യാറുണ്ട് എന്നാണ് ഇതിനർത്ഥം. The weather changes from time to time. The weather changes from time to time. The weather changes from time to time. കാലാവസ്ഥ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് എവ്രി സോ ഓഫൻ. എവ്രി സോ ഓഫൻ അല്ലെ. ഓഫൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എവ്രി സോ ഓഫൻ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള അർത്ഥമാണ്, സംടൈംസ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. എവ്രി സോ ഓഫൺ ഐ നീഡ് ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം വർക്ക്. എവ്രി സോ ഓഫൺ ഐ നീഡ് ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം വർക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടണം. എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. He checks the email every so often daily. He checks the email every so often daily. അതായത് ദിവസവും പല പല സമയത്തായിട്ട് അവൻ അവന്റെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. The software needs to be updated every so often. The software needs to be updated every so often.
അതായത് ഈ സോഫ്റ്റ്വെയർ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്ത സംടൈംസിന്റെ വേറൊരു എക്സ്പ്രഷൻ ആണ് ഓൺ ഒക്കേഷൻ. ഓൺ ഒക്കേഷൻ. നമുക്ക് സെന്റൻസുകൾ നോക്കാം. വി ഗോ ഔട്ട് ഫോർ ഡിന്നർ ഓൺ ഒക്കേഷൻ, ബട്ട് മോസ്റ്റ്ലി വി കുക്ക് അറ്റ് ഹോം. വി ഗോ ഔട്ട് ഫോർ ഡിന്നർ ഓൺ ഒക്കേഷൻ, ബട്ട് മോസ്റ്റ്ലി വി കുക്ക് അറ്റ് ഹോം. അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഡിന്നർ കഴിക്കാനൊക്കെ പുറത്തു പോകും, പക്ഷെ ഭൂരിഭാഗം സമയം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. He enjoys playing the piano on occasion, usually when he feels more stressed. He enjoys playing the piano on occasion, usually when he feels more stressed. അതായത് അവന് പിയാനോ വായിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്, അവൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് പിയാനോ വായിക്കാറുള്ളത് അവൻ കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്താണ്. അതാണ് ഇവിടെ ഓൺ ഒക്കേഷൻ, സംടൈംസ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. We see our extended family on occasion, mostly during the holidays. We see our extended family on occasion. ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൂട്ടുകുടുംബം എന്ന് പറയില്ലേ. അപ്പൊ കൂട്ടുകുടുംബത്തിലുള്ള ആളുകളെയൊക്കെ കാണുന്നത് മിക്കപ്പോഴും എപ്പോഴാണ്? മിക്കപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാറുണ്ട്, പക്ഷെ കാണുന്നത് എങ്ങനെയാണ്? സംടൈംസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. ഹോളിഡേയ്സിന്റെ സമയത്തൊക്കെയാണ് കാണാറുള്ളത് എന്നാണ് അർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് അറ്റ് ടൈംസ്. അറ്റ് ടൈംസ്. അപ്പൊ നമുക്ക് എങ്ങനെ സെന്റൻസുകളിൽ അറ്റ് ടൈംസ് ഉപയോഗിക്കുന്നത് നോക്കാം. ദ സിറ്റി ക്യാൻ ബി വെരി നോയ്സി അറ്റ് ടൈംസ്. ദ സിറ്റി ക്യാൻ ബി വെരി നോയ്സി അറ്റ് ടൈംസ്. ചില സമയത്തൊക്കെ സംടൈംസ് എങ്ങനെയാണ്? ഈ നഗരത്തിൽ ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരിക്കും അല്ലെ, നോയ്സി ആയിരിക്കും. അത് സംടൈംസ് ആണ് അറ്റ് ടൈംസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോൺസെൻട്രേറ്റ് അറ്റ് ടൈംസ് വെൻ ദർ ആർ distractions. I find it difficult to concentrate at times when there are distractions. അവിടെ എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്താണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. ചില സമയത്ത് മാത്രമേ ഉള്ളൂ, അറ്റ് ടൈംസ് മാത്രമേ ഉള്ളൂ, എപ്പോഴും ഇല്ല. Even the best person struggles at times. Even the best person struggles at times. നമ്മൾ ചിലപ്പോൾ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ പോലും സംടൈംസ്, അറ്റ് ടൈംസ് അല്ലെ, ചില സമയങ്ങളിൽ അവർ, ചില ഘട്ടങ്ങളിൽ അവരും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഫെയർലി ഓഫൺ. ഫെയർലി ഓഫൺ. നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഷീ വിസിറ്റ്സ് ദ ഗ്രാൻഡ് മദർ ഫെയർലി ഓഫൺ. ഷീ വിസിറ്റ്സ് ദ ഗ്രാൻഡ് മദർ ഫെയർലി ഓഫൺ. അവള് ചില സമയത്തൊക്കെ ഗ്രാൻഡ് മദറിനെ സന്ദർശിക്കാറുണ്ട്. അതാണ് ഫെയർലി ഓഫൺ ഇവിടെ സംടൈംസിന്റെ സ്ഥലത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. I think about the problems fairly often. I think about the problems fairly often. പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ എങ്ങനെ ചിന്തിക്കാറുണ്ട്. I see him in the coffee shop fairly often. I see him in the coffee shop fairly often. അവനെ ഞാൻ കോഫി ഷോപ്പിൽ വെച്ച് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് more often than not. മോർ ഓഫൻ ദാൻ നോട്ട്. അതായത് എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒക്കെ എന്നുള്ള അർത്ഥത്തിലാണ് മോർ ഓഫൻ ദാൻ നോട്ട്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഹി ഈസ് ലേറ്റ് മോർ ഓഫൻ ദാൻ നോട്ട്. ഹി ഈസ് ലേറ്റ് മോർ ഓഫൻ ദാൻ നോട്ട്. അതായത് അവൻ ഇടയ്ക്കൊക്കെ ലേറ്റ് ആകാറുണ്ട്. മോർ ഓഫൻ ദാൻ നോട്ട് ഐ ഗോ ടു മാർക്കറ്റ്. മോർ ഓഫൻ ദാൻ നോട്ട് ഐ ഗോ ടു മാർക്കറ്റ്. ഞാൻ ഇടയ്ക്കൊക്കെ മാർക്കറ്റിൽ പോകാറുണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ മോർ ഓഫൻ ദാൻ നോട്ട് പീപ്പിൾ ആർ കൈൻഡ്. ഇൻ മൈ ഒപ്പീനിയൻ മോർ ഓഫൻ ദാൻ നോട്ട് പീപ്പിൾ ആർ കൈൻഡ്. അതായത് എന്റെ അഭിപ്രായത്തിൽ ആൾക്കാർ ചില സമയത്തൊക്കെ കരുണയുള്ളവരാണ്, ദയാലുക്കളാണ്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഓൾമോസ്റ്റ് എവറി അതർ ഡേ. ഓൾമോസ്റ്റ് എവറി അതർ ഡേ. അതായത് എല്ലാ ദിവസവും അല്ല, മിക്കപ്പോഴും ദിവസങ്ങളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഓൾമോസ്റ്റ് എവറി അതർ ഡേ. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഷീ ഗോസ് ഫോർ എ റൺ ഓൾമോസ്റ്റ് എവറി അതർ ഡേ ടു സ്റ്റേ ഇൻ ഷേപ്പ്. ഷീ ഗോസ് ഫോർ എ റൺ ഓൾമോസ്റ്റ് എവറി അതർ ഡേ ടു സ്റ്റേ ഇൻ ഷേപ്പ്. ഷീ ഗോസ് ഫോർ എ റൺ ഓൾമോസ്റ്റ് എവറി അതർ ഡേ ടു സ്റ്റേ ഇൻ ഷേപ്പ്. അതായത് നല്ലൊരു ഷേപ്പൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടാൻ പോകാറുണ്ട്. The medicine needs to be taken almost every other day
to get best results. Medicine needs to be taken almost every other day to get the best results. അതായത് നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെഡിസിൻ കഴിക്കണം എന്നാണ് അതിനർത്ഥം. I water my garden almost every other day. I water my garden almost every other day. അതായത് ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ തോട്ടം നനക്കാറുണ്ട്. അടുത്ത വേറൊരു എക്സ്പ്രഷനാണ് once in a while. once in a while. once in a while നമ്മൾ കേട്ടിട്ടുണ്ടാണ്, ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, സംടൈംസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെന്റൻസുകൾ നോക്കാം. once in a while I prepare dinner for my friends. once in a while I prepare dinner for my friends. ചിലപ്പോഴൊക്കെ, അതായത് വല്ലപ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്യാറുണ്ട്. even though I am busy I watch a movie once in a while. even though I am busy I watch a movie once in a while. അതായത് ഞാനിപ്പോൾ തിരക്കിലാണെങ്കിൽ പോലും ഒരു സിനിമയെങ്കിലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. once in a while I enjoy sitting and listening to the rain. once in a while I enjoy sitting and listening to the rain. അതായത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് മഴ കേൾക്കുന്ന ആ ഒരു കാര്യം എൻജോയ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് എക്സ്പ്രഷൻ ആണ് ഓൺ എ ഗുഡ് ഡേ. ഓൺ എ ഗുഡ് ഡേ. അപ്പോൾ ഓൺ എ ഗുഡ് ഡേ എങ്ങനെയാണ് സംടൈംസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൺ എ ഗുഡ് ഡേ ദ ടീം പ്ലേസ് വെൽ. ഓൺ എ ഗുഡ് ഡേ ദ ടീം പ്ലേസ് വെൽ. അതായത് ചില സമയത്തൊക്കെ ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓൺ എ ഗുഡ് ഡേ ദി ഓൾഡ് എൻജിൻ സ്റ്റാർട്ട്സ്. ഓൺ എ ഗുഡ് ഡേ ദി ഓൾഡ് എൻജിൻ സ്റ്റാർട്ട്സ്. അതായത് ഒരു ചില സമയങ്ങളിലൊക്കെ ഈ പഴയ എൻജിൻ വർക്ക് ചെയ്യാറുണ്ട് എന്നാണ് അതിനർത്ഥം. ഓൺ എ ഗുഡ് ഡേ ദ ഗാർഡൻ ഈസ് ഫിൽഡ് വിത്ത് ബട്ടർഫ്ലൈസ്. ഓൺ എ ഗുഡ് ഡേ ദ ഗാർഡൻ ഈസ് ഫിൽഡ് വിത്ത് ബട്ടർഫ്ലൈസ്. ചില ദിവസങ്ങളിലൊക്കെ സംടൈംസ് ഒക്കെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഗാർഡൻ നിറച്ച് ബട്ടർഫ്ലൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്പ്രഷൻസ് ആണ് സംടൈംസിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.